ഓരോന്നിലുള്ള ജീവൻ കാളിയാണ്. അതാണ് സർപ്പക്കാവുകളും കാളികാവുകളിലൊക്കെ ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത്. ഈ കാവ് എന്ന് പറയുന്നതും കാളി എന്ന് പറയുന്നതും ഈ പറഞ്ഞതൊക്കെയാണ്. അല്ലാണ്ട് അവിടെ ഇരിക്കുന്ന ഒരു കല്ലോ അവിടെ ഒരു നമസ്കരിക്കേണ്ട ഒരു കുഴിയോ അതൊന്നുമല്ല, ഒരു മരം മാത്രമല്ല. ആ പ്രദേശത്തേക്ക് നമ്മൾ കയറുമ്പോൾ തന്നെ നമ്മൾ അമ്മയുടെ മടിയിലേക്ക് കയറിയിരിക്കുകയാണ്. അങ്ങനെയായിരുന്നു. അതുകൊണ്ട് അവിടെ പോയുള്ള ആരാധനയ്ക്ക് വെറുതെ ഒന്ന് പറഞ്ഞാൽ മതി ഫലമായിരുന്നു പണ്ട്. അമ്മേ എനിക്ക് പറ്റണില്ല. പഴയ കാലത്ത് ആൾക്കാർക്ക് എന്ത് ദ്രവ്യം ഉണ്ടായിട്ടാ. കേരളമൊക്കെ പ്രത്യേകിച്ച് വളരെ കുറഞ്ഞ വിഭവങ്ങളുള്ളായിരുന്നു. നമ്മുടെ പണ്ടത്തെ ഭക്ഷണം തന്നെ നോക്കിയാൽ കാണാം. എന്ന് തൊട്ടാ മലയാളി ചോറുണ്ണാൻ തുടങ്ങിയത്. ഓണത്തിന് തന്നെ വിശേഷ വിഭവമായിരുന്നു രാജകൊട്ടാരങ്ങളിൽ ചോറ്. കാരണം നമ്മൾ അത്രയ്ക്കും അപകടം പിടിച്ചൊരു രാജ്യമായിരുന്നു. സർപ്പങ്ങളും കാടുകളും, പനി വരിക, കുഞ്ഞുങ്ങൾ മരിച്ചു പോവുക, പ്രകൃതിയോട് അത്രയും പടവെട്ടിയിട്ട്. അതുകൊണ്ട് അമ്മയെ ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ടാണ് കൊണ്ടുവരുന്നത്. നമുക്ക് അത്ര ഭക്തിയും ബഹുമാനമായിരുന്നു ആ ദേവതകളോട്. അവരാണ് നമ്മുടെ മക്കളെ നോക്കണം, നമ്മുടെ കന്നുകാലികളെ നോക്കണം. ഈ ബോധം നമുക്കുണ്ടായിരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് അവിടെ ഒന്ന് പോയി പറഞ്ഞാൽ മതി, എൻ്റെ അമ്മയെ അല്ലെങ്കിൽ എൻ്റെ മുത്തി എന്നൊക്കെ വിളിക്കുക. പണ്ട് മുത്തശ്ശിയായിട്ടാണ് കാണുക. അവിടെ ചെന്നൊന്ന് പറഞ്ഞാൽ മതി. അപ്പം തിരിച്ച് വീടെത്തുമ്പോഴേക്കും അതിൻ്റെ റിസൾട്ട് അവിടെ ഉണ്ടാവും. അത്രേ വേണ്ടിയിരുന്നുള്ളൂ. അതിന് ചിലപ്പോൾ ആകെ അവൾക്കൊന്ന് കൊടുക്കേണ്ടത് ഒരു തിരി, അതായിരിക്കും ആകെ ഒരു തിരിയായിരിക്കും അവൾക്ക് വേണ്ട. അത് പണ്ട് എങ്ങനെ തിരി കൊണ്ടുപോവാ? കാവിൽ തിരി വെക്കാന്നേ പറയുള്ളൂ. കാവിൽ വിളക്ക് കൊളുത്താൻ പറയില്ല. ഉള്ള എണ്ണ അത്ര കുറവും അത്ര വില പിടിച്ചുകൊണ്ട് അതുകൊണ്ട് ഒന്ന് മുക്കും. എന്നിട്ടൊരു വാഴയിലോ ഒരു ഇലയിലോ വെക്കും. എന്നിട്ട് ആ നനഞ്ഞ തിരി കത്തിക്കും. അത് കത്തി തീർന്ന കഴിഞ്ഞു. അതേ വേണ്ടു അവൾക്ക്. അതുകൊണ്ട് സന്തോഷിക്കും. അവൾക്ക് ഈ തട്ടുവിളക്കും ചുറ്റുവിളക്കും ഒന്നും വേണ്ടായിരുന്നു. ഇന്ന് ഈ പറഞ്ഞ സകല വഴിപാടും കഴിച്ചിട്ടും ഫലം കാണില്ല എന്ന് ഭക്തൻ വിഷമിക്കുമ്പോൾ ആ ശാപദുരിതം കൂടാ ദേവിക്ക് പോണു. ഇതിനാണ് ഈ 12 കൊല്ലം കൂടുമ്പോൾ കലശം നടത്തുന്നത്. ആ താപം, ഞാൻ ഇത്ര വിളിച്ചിട്ടും നീ കേട്ടില്ലല്ലോ എന്ന് ഒന്ന് പറഞ്ഞാൽ മതി. കാരണം അത് കേൾക്കുമ്പോൾ അതിൻ്റെ നെഞ്ചങ്ങോട്ട് പൊട്ടും. അവള് നിസ്സഹായാണ്. സഹായിക്കാനുള്ള ആരോഗ്യം അവൾക്കില്ല. മക്കൾ വന്നിട്ട് പിന്നെയും പരാതി പറയുമ്പോൾ നമ്മൾ പറയില്ലേ, പണ്ടാണെങ്കിൽ എന്തെങ്കിലും ചെയ്തു തരായിരുന്നു, എനിക്ക് വയ്യാമ്മ, പഴയ മാതിരിയൊന്നും പറ്റണില്ല എന്ന് നമ്മൾ പറയണില്ലേ? അതേ അവസ്ഥയിലാണ്. കാരണം അവിടെ പോയിട്ട് ഓ ബ്രഹ്മല്ലേ, പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കണല്ലേ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. യു ഹാവ് ക്യാപ്റ്റിവേറ്റഡ് ഹെർ ഇൻ എ പ്രിസൺ. ഒരു ജയിലിൻ്റെ അകത്ത് കൊണ്ടിട്ട മാതിരി മന്ത്രം കൊണ്ട് ബന്ധിച്ചിട്ടിരിക്കുകയാണ് അവളെ. അവളുടെ ആരോഗ്യം നിങ്ങളുടെ കയ്യിലാണ്. ഒരു ക്ഷേത്രം മനുഷ്യനുണ്ടാക്കുന്നതാണ്. അതുകൊണ്ട് മനുഷ്യൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ് അവളുടെ ഹെൽത്ത്. കാവിലാണെന്നുണ്ടെങ്കിൽ അങ്ങനെയല്ലാതെ അത് പ്രകൃതിയിലുള്ള ചൈതന്യമാണ്.